ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ചിക്കൻ മൊമോസിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അതിനായിട്ട് നമുക്കൊരു ബൗളിലേക്ക് 2 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പിട്ടതിന് ശേഷം ഒരു വിസ്ക് വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കുന്ന പോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് മാവ് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കാം. മാവ് നല്ല പോലെ ഞാനിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ നല്ല മയത്തിൽ നമ്മൾ മാവ് കുഴച്ചെടുക്കണം. നമ്മളെടുക്കുന്ന പൊടിയുടെ അനുസരിച്ച് വെള്ളത്തിൻ്റെ അളവ് കൂടിയോ കുറഞ്ഞോ ഇരിക്കാം. എനിക്കിവിടെ മാവ് കുഴയ്ക്കാൻ ആവശ്യമായിട്ട് വന്ന വെള്ളം 170 ml ആണ്. ഇനി ഈ മാവിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയിൽ നമുക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ മാവ് ഒരു ബൗളിലേക്ക് മാറ്റി ഒരു ക്ലീൻ റാപ്പ് വെച്ച് കവർ ചെയ്ത് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി ഇതിൻ്റെ ഫില്ലിങ്ങിനായി ഞാനിവിടെ 250 ഗ്രാം എല്ലില്ലാത്ത ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ചിക്കൻ നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ചിക്കനിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി കുക്കർ അടച്ചു വെച്ച് ഒരു വിസിൽ അടുപ്പിക്കാം. നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ മൊമോസിലേക്കുള്ള ചട്നി റെഡിയാക്കാം. അതിനായിട്ട് ഒരു പാനിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 10 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 3 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ് ഇട്ട് കൊടുക്കാം. തക്കാളിയൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. തക്കാളിയുടെ ചൂടാറുമ്പോൾ നമുക്കതിൻ്റെ സ്കിന്നൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാം. ഇനി നമുക്ക് തക്കാളിയും വറ്റൽമുളകും ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നല്ല പോലെ ഒന്ന് മിക്സിയിൽ അരച്ചെടുക്കാം. ഇനി ഈ ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായി വരുമ്പോൾ നമുക്ക് അരച്ചു വെച്ച തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഷുഗർ ആഡ് ചെയ്യാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വിനീഗർ ചേർത്ത് കൊടുക്കാം. വിനാഗിരിക്ക് പകരം 1 ടീസ്പൂൺ നാരങ്ങാനീര് ചേർത്ത് കൊടുത്താലും മതി. തീ കുറച്ചിട്ടതിന് ശേഷം 4-5 മിനിറ്റ് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എങ്കിലേ തക്കാളിയുടെ ആ പച്ചച്ചവയൊന്ന് മാറി കിട്ടുകയുള്ളൂ. ചിക്കൻ മൊമോസിൻ്റെ കൂടെയുള്ള ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ച ചിക്കൻ മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ചിക്കൻ ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഒരു ബൗളിലേക്ക് 2 സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നേരത്തെ പൊടിച്ചു വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നല്ല പോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ചിക്കൻ ഉപ്പിട്ടാണ് വേവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലാസ്റ്റ് ഉപ്പ് നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഉപ്പിട്ടതിന് ശേഷം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ മൊമോസിനുള്ള ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ മാവ് ഇവിടെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് 1 മണിക്കൂർ ആയിട്ടുണ്ട്. മാവൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് 4ആയിട്ട് കട്ട് ചെയ്യാം. ഈ മാവ് ഞാനൊരു 4 ബോൾസായി ഉരുട്ടി എടുത്തിട്ടുണ്ട്. ഇനി ഒരു ഷീറ്റിലേക്ക് കുറച്ച് മൈദ തൂക്കി കൊടുക്കാം. ഇനി അതിൽ നിന്നൊരു ബോൾ എടുത്ത് നമുക്കൊന്ന് നന്നായിട്ട് പരത്തിയെടുക്കാം. ഈ മാവ് നല്ല നൈസായിട്ട് വേണം പരത്തിയെടുക്കാൻ. പരത്തുന്ന സമയത്ത് ഒട്ടിപ്പിടിക്കുവാൻ തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് മൈദ തൂക്കി കൊടുക്കാം. ഞാനിവിടെ നല്ല നൈസായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു ചെറിയ അടുപ്പ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. മോമോസ് റെഡിയാക്കി എടുക്കാനുള്ള ഷീറ്റ് ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഫില്ലിങ് വെച്ച് കൊടുക്കാം. ആ ഒരു ഷീറ്റിൻ്റെ വലിപ്പത്തിനനുസരിച്ച് വേണം നമ്മൾ ഫില്ലിങ് വെച്ച് കൊടുക്കാൻ. മോമോസ് നമ്മൾ ചെയ്യുന്ന സമയത്ത് പല ഷേപ്പിൽ ചെയ്യാറുണ്ട്. ഇതിൽ ചെയ്യുന്നത് നമുക്ക് സാധാരണ കടയിൽ കിട്ടുന്ന ഒരു ഷേപ്പിലാണ്. ഫില്ലിങ് വെച്ചതിന് ശേഷം ആദ്യം ഈ ഒരു അറ്റം എടുത്ത് ഇതുപോലെ ഒന്ന് മടക്കി കൊണ്ടുവരിക. എന്നിട്ട് ആ അറ്റം പിടിച്ചിട്ട് ഇതുപോലെ ഒന്ന് ഞൊറിഞ്ഞെടുത്താൽ മതി. അപ്പോൾ ഈ ഒരു അറ്റം വരെ ഇതുപോലെ ഒന്ന് ഞൊറിഞ്ഞെടുക്കാം. വിരൽ വെച്ച് ഇതുപോലെ ഒന്ന് കറക്കിയിട്ട് ആ ഒരു അറ്റമെല്ലാം ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും നമുക്കൊന്ന് ഷേപ്പാക്കി എടുക്കാം. ഇനി ഒരു ഇഡ്ഡലി പാത്രത്തിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം.
ഇഡലി പാത്രത്തിൻ്റെ തട്ടിലേക്ക് നമുക്ക് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്യാം. വെള്ളം ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് മൊമോസ് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ടൊരു മൂടി വെച്ച് അടച്ചിട്ട് ഇതൊരു 10-15 മിനിറ്റ് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ചിക്കൻ നമ്മൾ നേരത്തെ വേവിച്ചതുകൊണ്ട് ഒരു 15 മിനിറ്റ് മതിയാവും കുക്കിംഗ് ടൈം. 15 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നല്ല പോലെ തന്നെ നമുക്കിവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് ടൊമാറ്റോ ചട്നിയുടെ കൂടെയും മയോണൈസിൻ്റെ കൂടെയും കഴിക്കാവുന്നതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.